Okay, good morning to all. This is me, Renjith sir, and welcome back to our next class. I hope you all are safe at home and keep study. Our next chapter is chapter 14, Chemical Effects of Electric Current. In your previous classes, 6th and 7th classes, you have studied the current, electric current and its properties. Materials allows to pass through the current is called conductors, and conductors and insulators you already learned in your previous classes. And here also some important points, important things about the electric current which is passed through mainly in the liquid. What will happen in the liquid, that is what is we studying in this chapter. Okay, chemical effects of electric current. So in your textbook, look at you always take your textbook, you are watching the video, and let's come with me and look at your textbook pictures also. That is very important. So have you seen anywhere that picture in your figure 14.1 in your textbook? That picture is already we studied in our 6th standard, the conduction tester there, tester. Here is the battery, or tester നമ്മൾ വരച്ചിട്ടുണ്ടല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടെസ്റ്റർ ഒരു ബാറ്ററി ഉണ്ട്, ആ ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. ആ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മളൊരു ബൾബ് കൊടുക്കുന്നു. ബൾബിൻ്റെ രണ്ട് പോർഷനിലേക്കാണ് വരുന്നത്. ഒരെണ്ണം താഴെ നിന്ന് വരുന്നു, അത് കഴിഞ്ഞിട്ട് രണ്ട് വയറ്, ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് വയറ് വരുന്നു. അവിടുന്ന് നമ്മളൊരു ടെസ്റ്ററേല നമ്മൾ കൊടുത്തു അല്ലേ, ഇങ്ങനെ ഒരു ടെസ്റ്റർ. ഇതൊരു നമ്മൾ ടെസ്റ്ററാണ്, നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടെസ്റ്ററാണ്. അപ്പം ഈ ടെസ്റ്ററിൻ്റെ ഒരു പോയിന്റിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ബൾബ് ഗ്ലോ ചെയ്തു. ഈ ഫിഗർ നമ്മൾ ഫിഗർ 14.1, ദാറ്റ്സ് ഫിഗർ യു ഓൾറെഡി സീൻ ഇൻ യുവർ ക്ലാസ് 6th നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചു ഈ മെറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്ററിൻ്റെ എൻഡിലുള്ള മെറ്റൽ, ഇറ്റ് ഈസ് എ കണ്ടക്ടർ, മീൻസ് ഇറ്റ് അലൗ ടു പാസ് കറണ്ട് ത്രൂ ഇറ്റ്. നമ്മൾ ഒരു ടെസ്റ്റർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ടെസ്റ്റർ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്ററിൻ്റെ ഒക്കെ ആ ഹാൻഡിൽ നമ്മൾ പ്ലാസ്റ്റിക് ആണ്. അപ്പം നമ്മൾ ഈ കണക്ഷൻ തന്നെ, ഈ സെയിം കണക്ഷൻ ഈ പ്ലാസ്റ്റിക്കേലോട്ട് കൊടുത്തു, രണ്ട് എൻഡും പ്ലാസ്റ്റിക്കേലേക്ക് കണക്ട് ചെയ്തു. ഈ ബൾബ് ഗ്ലോ ചെയ്യുമോ? ബൾബ് ഗ്ലോ ചെയ്തില്ല. കാരണം എന്താ? പ്ലാസ്റ്റിക് ഈസ് എ നോൺ കണ്ടക്ടർ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻസുലേറ്റർ. It is do not allow the current pass through it. So plastic materials are insulator. So we already study. I just remind you these all things because your previous class you already learned. What is conductor? What is insulator? Conductor is the materials that allow the the current pass through it. For example of the conductor, all the metals are the conductor, means aluminum, copper, zinc, etc. All the metal, iron, all the metals are the conductor. While what is insulator? Insulator is non-conductor. It is example of insulator, rubber, plastic, wood, glass, etc. are insulator അല്ലേ, അതൊക്കെയാണ് ഇൻസുലേറ്റർ. അപ്പം നമ്മൾ പറഞ്ഞു ഈ മെറ്റീരിയൽസ് എല്ലാം സോളിഡ് ആണ്. സോളിഡ്, വെദർ വി ആർ ഡിസ്കസിങ് ദി സോളിഡ് മെറ്റീരിയൽസ്, some materials are conductors, some others are insulator. What we discussed, do we discussed about the liquid? Do the liquid conduct electricity? എന്ത് ഈ മെറ്റീരിയൽസ് നമ്മൾ പറഞ്ഞു, സോളിഡ് മെറ്റീരിയൽസ്, മെറ്റൽസ്, സോളിഡ് മെറ്റീരിയൽസിനകത്ത് അലുമിനിയം, സിങ്ക്, കോപ്പർ, അയൺ പോലുള്ള മെറ്റൽസ് എല്ലാം കണ്ടക്ടറാണ്. എന്നാൽ അതർ മെറ്റീരിയൽസ് ആർ ഇൻസുലേറ്റേഴ്സ്. പ്ലാസ്റ്റിക്, റബ്ബറൊക്കെ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇനി വേറൊരു കാറ്റഗറി ഉണ്ടല്ലോ, സോളിഡ് മാത്രമല്ല ഉള്ളത്, ലിക്വിഡ് ആൻഡ് എയർ. ലിക്വിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ലിക്വിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ? അതായത് വെള്ളം,
നമ്മൾ ടാപ്പ് വാട്ടർ ഉണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്, ലെമൺ ജ്യൂസ് ഉണ്ട്, കെറോസിൻ ഉണ്ട്, മിൽക്ക് ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഹണി ഉണ്ട്. ഇതൊക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ? കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിക്വിഡിന് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുമോ? ദാറ്റ്സ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ, കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഓക്കെ, take open your textbook, page number 172, and let's start this chemical effect of electric current. Paheli, there is a call. Paheli and Bojo want to remind you one should not experiment with the electric supply from the mains or generator or inverter. Use only the electric cell for all the activities suggested here. ഫസ്റ്റ്ലി നമുക്കൊരു റിമൈൻഡ്, ഒരു കാര്യം പറഞ്ഞു തരുവാണ് ബുജോ. എന്താ ബുജോ ആൻഡ് പഹേലി? നമ്മൾ പല ടെസ്റ്റുകളും നടത്തുന്നുണ്ട് ഇതിനകത്ത്, കെമിക്കൽ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. യു ഡു നോട്ട് ടേക്ക് ദ കണക്ഷൻ ഫ്രം ദി മെയിൻ ഓർ ഇൻവെർട്ടർ ഓർ ജനറേറ്റർ. നമ്മുടെ വീട്ടിലെ മെയിൻസിൽ നിന്നും ഇൻവെർട്ടറിൽ നിന്നും ജനറേറ്ററിൽ നിന്നും ഒന്നും പ്ലഗ് കുത്തുകയോ കണക്ഷൻ എടുത്ത് നമ്മുടെ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യരുത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നമ്മൾ ചെയ്യുവാണെങ്കിൽ സെൽ ഓർ ബാറ്ററി, നമ്മുടെ ചെറിയ ക്ലോക്കിലും ടോർച്ചിലൊക്കെ ഇടുന്ന സെൽസ് ഇല്ലേ, ആ സെൽസ് 1.5-ൻ്റെയും ഒക്കെ സെൽസും അത് ജോയിൻ ചെയ്ത് ബാറ്ററി ഒക്കെ യൂസ് ചെയ്ത് വേണം നമുക്ക് കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററിലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. ഓക്കെ, I am going to start. Okay, this is the we already learned. This is a pure connection. It is known as circuit. ഒരു സെല്ലുണ്ട്, ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, നമുക്കറിയാം. ബൾബുണ്ട്, അതിൻ്റെ 2 കണക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഒരു ടെസ്റ്റർ എന്ന് പറയുന്നത്, ഒരു ടെസ്റ്റർ അല്ലേ. ഇങ്ങനെ 2 എൻഡ് ഇങ്ങനെ വരുന്നു, ഇതാണ് ടെസ്റ്റർ. നമ്മുടെ ടെസ്റ്റർ വരുന്നു 2 എൻഡ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് ഗ്ലോ ആകും. കാരണം സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. സർക്യൂട്ടിലെ കറണ്ട് ഇതിലൂടെ വന്ന് ഇവിടെ വരും. അതുകൊണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആയതുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യും. ഓക്കെ, നമുക്കിത് സർക്യൂട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഡു ലിക്വിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡു ലിക്വിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നിങ്ങളെന്ത് പറയുന്നു? ലിക്വിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ? ഏതെല്ലാം ലിക്വിഡ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്, ഏതെല്ലാം ലിക്വിഡ് ആയിരിക്കും കണ്ടക്ട് ചെയ്യാത്തത്? എന്താണ് കാര്യം, കണ്ടക്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ചിലപ്പോൾ ചിലരെങ്കിലും മുതിർന്നവർ, നിങ്ങളുടെ എൽഡേഴ്സ് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഡു നോട്ട് ടച്ച് യുവർ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ചിൽ തൊടരുത്. കാരണം എന്താ? നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ചിൽ തൊട്ട് കഴിഞ്ഞാൽ we maybe get the electric shock. Sometimes we get electric shock. നമുക്ക് ചിലപ്പോൾ ഇലക്ട്രിക് ഷോക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് കിട്ടണമെങ്കിൽ വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, isn't it? വാട്ടർ ചിലപ്പോൾ ഗുഡ് കണ്ടക്ടർ, ഇറ്റ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്ക് നോക്കാം. ഹിയർ ഈസ് ആൻ ആക്ടിവിറ്റി 14.1 എടുക്കുക. I am going to read. You just look at your textbook. Join the free end of the tester together for a moment. This is complete the circuit for a tester and the bulb should glow. However, bulb does not glow. It means that tester is not working. നമ്മൾ ആ ടെസ്റ്റർ, ഇത് ഞാനിപ്പോൾ പറഞ്ഞു, ഇതൊരു ടെസ്റ്ററാണ്. ഒരു സെല്ലുണ്ട്, ഒരു ബൾബുണ്ട്, കണക്ഷനുണ്ട്. ഈ കണക്ഷൻ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ബൾബ് ഗ്ലോ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ ഗ്ലോ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് നോക്കണം? ഈ ബൾബ് ഒന്ന് മാറി നോക്കണം. അല്ലെങ്കിൽ ഈ കണക്ഷനൊക്കെ ഒന്ന് മുറുക്കണം അല്ലേ. കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. വീണ്ടും ഇത് കണക്ട് ചെയ്യുക, ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ എന്നിട്ടും ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ ഈ ബൾബ് ചിലപ്പം ഫ്യൂസ് ആയതായിരിക്കും. ബൾബ് ഒന്ന് മാറ്റി നോക്കുക, എന്നിട്ട് കണക്ഷൻ വീണ്ടും കൊടുക്കുക. എന്നിട്ടും ബൾബ് ഗ്ലോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ദ സെൽ. ഈ സെല്ല് മാറ്റി വി ക്യാൻ ഗീവ് എ ന്യൂ സെൽ അല്ലെ, ഒരു പുതിയ സെല്ല് ഇവിടെ ഫിക്സ് ചെയ്യുക. സോ ദാറ്റ് ടൈം ഇറ്റ് വിൽ ഗ്ലോ. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ സർക്യൂട്ട് ആദ്യം കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ,
നല്ല കറക്റ്റ് ആണെങ്കിൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ബൾബ് ഗ്ലോ ചെയ്യും. അങ്ങനെ ഗ്ലോ ചെയ്ത് കഴിയുമ്പോൾ ദിസ് കണക്ഷൻ, ദിസ് സർക്യൂട്ട് ഈസ്, ദിസ് ടെസ്റ്റർ ഈസ് ഓക്കെ അല്ലേ? അങ്ങനെ ഗ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെസ്റ്റർ ഓക്കെയാണ്. അപ്പം നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ കണക്ഷൻ ലൂസ് ചെയ്യുന്നു. ഇപ്പം ബൾബ് കത്തത്തില്ല. ഓക്കെ ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ലിക്വിഡ് പലതരത്തിലുള്ള ലിക്വിഡ്സ് ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റി 14.2. Look at your textbook. Collect few small plastic or rubber cup in a discarded bottle. Collect few small plastic or rubber cups in a discarded or of a discarded bottle and clean them. Pour 1 teaspoon lemon juice or vinegar in 1 cup. Bring your tester over this cup and let the end of the tester dip into the lemon juice or vinegar shown in figure 14.2. Take care that the end are not more than 1 centimeter apart, but the same time do not touch each other. Does the bulb of the tester glow? Does lemon juice or vinegar conduct electricity? Would you classify the lemon juice or vinegar is a good conductor or poor conductor? ഇപ്പം നമ്മൾ ചെറിയ കപ്പ് ഒക്കെ എടുക്കുക. ചെറിയ കപ്പെന്ന് പറഞ്ഞാൽ ചെറിയ ബോട്ടിലിൻ്റെ അടപ്പോ അങ്ങനത്തെ ചെറിയ കപ്പുകളൊക്കെ എടുക്കുക. അതിനകത്ത് എന്തൊഴിക്കണം? 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ വിനെഗർ, ഇതിലേതെങ്കിലും ഒഴിക്കുക. എന്നിട്ട് ഈ ടെസ്റ്റർ നമ്മൾ ഇതിനകത്ത് ഇറക്കി വെക്കുക. ഇതിനകത്ത് ഇറക്കി വെക്കുമ്പോൾ ഈ ടെസ്റ്റർ ഡു നോട്ട് ടച്ച് ഈച്ച് അതർ, രണ്ടും തമ്മിൽ മുട്ടാൻ പാടില്ല. രണ്ടാമത് കാര്യം, ഇത് തമ്മിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പേ ഉണ്ടാകാവുള്ളൂ. ഒത്തിരി അകത്തി വെക്കരുത്. 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പേ ഉണ്ടാകാവുള്ളൂ. ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പം എന്ത് സംഭവിക്കണം? കറണ്ട്, ഇലക്ട്രിസിറ്റി ഇതിലൂടെ വന്ന ലിക്വിഡ് കൂടെ ഇറങ്ങി ഇതിലൂടെ വന്ന് ബാറ്ററിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഗ്ലോ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ദിസ് ലിക്വിഡ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? വിനെഗർ, ലെമൺ ജ്യൂസ് അല്ലേ, ലെമൺ അല്ലേ. അപ്പം ലെമൺ ജ്യൂസ്, വിനെഗർ നമ്മൾ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ലൈറ്റ് കത്താനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണ്? ഇനി ഈ ലിക്വിഡ് ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വി ക്യാൻ റിസൾട്ട് ദാറ്റ് വിനെഗർ ഈസ് ഓർ lemon juice is a good conductor of electricity. അപ്പോൾ ഇനി ഇത് തെളിയുന്നില്ലെന്ന് വിചാരിച്ചു. ഇത് തെളിയുന്നില്ലാത്തതിന് കാരണം എന്തായിരിക്കും? ഈ ബൾബ് എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ബൾബ് ഈസ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് മൂലമാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബൾബിൻ്റെ ഫിലമെൻറ്റ് ഹീറ്റ് ആകണം. ഹീറ്റായി കഴിയുമ്പോൾ അത് ചുമന്ന് നല്ല തുടുത്ത്, പിന്നെ ചുമല് വീണ്ടും ഹീറ്റായി കഴിയുമ്പം അത് വൈറ്റായിട്ടാണ് ഈ ബൾബ് ഗ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യല എന്ന് പറഞ്ഞ് ഈ ലെമൺ ജ്യൂസ് കണ്ടക്ടർ അല്ലാതെ ഇരിക്കുമോ? കണ്ടക്ടർ അല്ലാതിരിക്കില്ല. കാരണം എന്താ? ഇത് കണ്ടക്ടർ ആണെങ്കിലും ബൾബ് ഗ്ലോ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബൾബ് വിൽ നോട്ട് ഗെറ്റ് ഇനഫ് കറണ്ട് ടു ഗ്ലോ. ഈ ബൾബിന് ചിലപ്പം ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടിക്കാണിയല്ല ഗ്ലോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആവശ്യത്തിന് കറണ്ട് വേണം, നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെയാണ് ബൾബ് ഗ്ലോ ചെയ്യുന്നത്. ഈ ലിക്വിഡിനകത്തൂടെ കറണ്ട് വന്നാൽ, ഒരു ചെറിയ കറണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല? ബൾബ് കത്തത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബൾബിന് പകരം ചെറിയ LED നിങ്ങൾ കണ്ടിട്ടില്ലേ? LED. വാട്ട് ഈസ് LED? LED എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡയോഡാണ്. ഒരു LED, ഒരു നീണ്ട കാലുകൊണ്ട് ഒരു ചെറിയ കാലുകൊണ്ട്. അപ്പം നീണ്ട കാല് പോസിറ്റീവും ചെറിയ കാല് നെഗറ്റീവും. അപ്പോൾ ഈ LEDക്ക് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ചെറിയൊരു കറണ്ട് മതി. ഒരു 3 വോൾട്ട് അല്ലെങ്കിൽ 1.5 വോൾട്ടൊക്കെ മതി. അപ്പോൾ ചെറിയൊരു കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു LED ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? LED ആണെങ്കിൽ ചിലപ്പം കത്താനുള്ള സാധ്യതയുണ്ട്, ചെറിയ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം നമുക്ക് തീരുമാനിക്കാം വിനെഗർ ഓർ lemon is good conductor.
vinegar and lemon are good conductor of electricity. ഓക്കെ, അപ്പോൾ LED കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നിങ്ങളുടെ പേജ് നമ്പർ 174 LED കുറിച്ച് വിശദമായിട്ടുണ്ട്. പല കളറുകൾ, ഗ്രീൻ, യെല്ലോ, റെഡ്, പല കളറുകൾ, ഡാൻസിങ് ലൈറ്റ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ LED യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം LED-ക്ക് ഇറ്റ് നീഡ്സ് എ സ്മോൾ കറണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ കണ്ടക്ഷൻ ടെസ്റ്റ് നടത്തിയപ്പോൾ ലെമൺ ജ്യൂസും വിനെഗറും ഈസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം നമ്മളിങ്ങനെ കണ്ടു. ഇനിയിപ്പോൾ LED തെളിയുന്ന അത്രയും പോലും കറണ്ട് ഇതിനകത്തൂടെ വരുന്നില്ലെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വേറൊരു സാധനം നമുക്ക് കണ്ടുപിടിക്കാം. ആ സാധനത്തിൻ്റെ കൺസ്ട്രക്ഷനാണ് നിങ്ങളുടെ ഫിഗർ ആക്ടിവിറ്റി 14.3 പറഞ്ഞിരിക്കുന്നത്. 14.3 എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇതെടുക്കുക. ഒരു ചെറിയ മാച്ച് ബോക്സിൻ്റെ നമ്മുടെ തീപ്പെട്ടിയുടെ അകത്തെ ആ ട്രേ എടുക്കുക. അതിനകത്തൊരു കോമ്പസ് ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു കോമ്പസ് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വയറ് കണക്ട് ചെയ്യുക. ഈ വയറിൻ്റെ ഒരെൻ്റെ ഇങ്ങനെ വരിക, ഇതിൻ്റെ ഒരെൻ്റെ ഇങ്ങനെ വരിക. അപ്പോൾ വയറ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു കറണ്ട് വന്നാലും ഈ വയറിൽ കൂടെ വന്നു കഴിയുമ്പോൾ ഈ കോമ്പസ് എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പം ചെറിയൊരു എമൗണ്ട് കറണ്ട് ആണെങ്കിലും ഈ കോമ്പസ് ഡിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഹിയർ ഈസ് എ കറണ്ട് പാസിങ് ഇൻ ദിസ് സർക്യൂട്ട്. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഡിഫ്ലക്ഷൻ നോക്കി ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതൊരു നല്ല ടെസ്റ്ററാണ്. അപ്പം നമുക്ക് പല ലിക്വിഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാം. അപ്പം വിനെഗർ എടുക്കാം, വാട്ടർ എടുക്കാം, പൈപ്പ് വാട്ടർ എടുക്കാം, ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കാം, മിൽക്ക് എടുക്കാം, ഹണി എടുക്കാം. ഇതെല്ലാം എടുത്ത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദെയർ ഈസ് എ ടേബിൾ 14.1 ഗുഡ് ഓർ പുവർ കണ്ടക്ടർ ഓഫ് ലിക്വിഡ്സ്. അപ്പോൾ അവിടെ ഒരു ടേബിൾ ഉണ്ട്. ലെമൺ ജ്യൂസ്, വിനെഗർ, ടാപ്പ് വാട്ടർ, വെജിറ്റബിൾ ഓയിൽ, മിൽക്ക്, ഹണി, ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്കും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കോമ്പസ് ഉണ്ടെങ്കിൽ കോമ്പസ് ഈസ് എ ടൈനി മാഗ്നറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോമ്പസ് ഈസ് എ ടൈനി മാഗ്നറ്റ്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാഗ്നറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ കറണ്ട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മാഗ്നറ്റ് ഡിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അങ്ങനെ നമ്മൾ 2-3 ടൈപ്പ് ടെസ്റ്ററിനെ പഠിച്ചു. നേരിട്ട് ബൾബ് വെച്ച് ടെസ്റ്റ് ചെയ്യാം. ഇനി ചെറിയ സ്മോളർ കറണ്ട് ആണെങ്കിൽ LED ലൈറ്റ്സ് വെച്ച് ടെസ്റ്റ് ചെയ്യാം. അതിലും സ്മോളർ കറണ്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു വയറ് ഇങ്ങനെ ചുറ്റി ബാറ്ററിയെന്ന് പോസിറ്റീവേന്നും ഒരു കണക്ഷൻ നെഗറ്റീവേന്നും കൊടുത്ത് നമുക്ക് ടെസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആ ആക്ടിവിറ്റി 13.4 ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ആ കോളം ഒന്ന് ഫില്ലപ്പ് ചെയ്യുക. ലെമൺ ജ്യൂസ് അവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. യെസ്, ഗുഡ് കണ്ടക്ടർ. വിനെഗർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. ടാപ്പ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. ടാപ്പ് വാട്ടറിലൊക്കെ കറണ്ട് പോകും. നിങ്ങൾ ടാപ്പ് വാട്ടർ ഒന്നും എടുത്ത് മെയിൻ പ്ലഗിനകത്ത് കണക്ട് ചെയ്ത് കൈയൊന്നും ഇട്ട് നോക്കിയേക്കരുത്. കാരണം നമുക്ക് കറണ്ട് അടിക്കും. കാരണം ടാപ്പ് വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ. അതുപോലെ വെജിറ്റബിൾ ഓയിൽ, മിൽക്ക് ഒരു നല്ല കണ്ടക്ടറാണ്. പക്ഷേ ഹണി ഒരു നല്ല കണ്ടക്ടർ അല്ല. ഹണി അത്രയധികം കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. വെജിറ്റബിൾ ഓയിലും വളരെ കുറച്ച് കറണ്ടേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഇറ്റ്സ് എ നോട്ട് ഗുഡ് കണ്ടക്ടർ. അപ്പം നമ്മളിവിടെ പഠിച്ചത് ലെമൺ ജ്യൂസ്, വിനെഗർ, ടാപ്പ് വാട്ടർ, മിൽക്ക്, ഇതെല്ലാം ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ആ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതി അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യുക. ദാറ്റ് വാസ് ദ ഹോംവർക്ക്. ഓക്കെ, നമുക്കിനി അവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ബൂജോ ആൻഡ് പഹേലി, വെൻ ദ ഫ്രീ എൻഡ് ഓഫ് ദി ടെസ്റ്റർ ഡു നോട്ട് ടച്ച് ഈച്ച് അതർ. ഈ ടെസ്റ്ററിൻ്റെ 2 എൻഡും തമ്മിൽ പരസ്പരം ടച്ച് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ടച്ച് ഈച്ച് അതർ. ദർ ഈസ് ആൻ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം. ഇപ്പം നമ്മളിങ്ങനെ ഈ ലിക്വിഡൊന്നും ഇല്ല, ഈ ലിക്വിഡ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 എൻഡും ഇങ്ങനെ വന്ന് എയർ നിൽക്കും. ഇവിടെ എയർ ഉണ്ട് അല്ലേ? എയർ ഉണ്ട്. ഈസ് എയർ എ ഗുഡ് കണ്ടക്ടർ ഓർ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി? എയർ ഒരു നല്ല കണ്ടക്ടറാണോ അതോ പുവർ കണ്ടക്ടറാണോ? നിങ്ങൾ എന്ത് പറയുന്നു? ഇങ്ങനെ ഗ്യാപ്പിൽ നിൽക്കുമ്പോൾ ഇത് ബൾബ് തെളിയോ അല്ലെങ്കിൽ ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ? എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എയർ ഒരു ബാഡ് കണ്ടക്ടറാണ്. എയറിൽ കൂടെ കറണ്ട് കടന്നു പോകത്തില്ല.
ഇൻ കേസ് ഏറെ കൂടെ കറണ്ട് കടന്നു പോയായിരുന്നെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വയറിങ്ങിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ലൈനൊക്കെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നു എയർ ഒരു ഗുഡ് കണ്ടക്ടർ ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ കൂടെ ഒന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു, നമുക്കിട്ട് കറണ്ട് അടിച്ചേനെ. ബട്ട് ഇൻ സം കേസ് എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ വൈൽ സം കേസ് ദർ ഈസ് എ ലൈറ്റനിങ് some current come to the air. In ചില പ്രത്യേക കേസുകളിൽ കറണ്ട് വി ഡിസ്കസ്ഡ് എയർ ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. എയർ ഒരു ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സം കേസസ് എയർ ഈസ് കണ്ടക്ട് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അപ്പം നമ്മൾ 2-3 ടെസ്റ്റർ പഠിച്ചു, ടെസ്റ്റിംഗ് പഠിച്ചു. ഡു ലിക്വിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, മോസ്റ്റ് ഓഫ് ദി ലിക്വിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓൾമോസ്റ്റ് എല്ലാ ലിക്വിഡും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, എന്നാൽ ചില ലിക്വിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. നമ്മൾ പഠിച്ചു ഇൻസുലേറ്റർ, കണ്ടക്ടർ എന്നാന്നൊക്കെ പഠിച്ചു, അത് പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ടെസ്റ്റർ, ഒരു കണ്ടക്ഷൻ ടെസ്റ്റർ നിർമ്മിക്കാൻ പഠിച്ചു. വിനെഗർ, ലെമൺ ജ്യൂസും മിൽക്കും ഒക്കെ ഗുഡ് കണ്ടക്ടറാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. ഈസ് ദാറ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് എ കണ്ടക്ടർ ഓർ നോട്ട്? ഡിസ്റ്റിൽഡ് വാട്ടർ കണ്ടക്ടർ ആണോ അല്ലയോ? ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി 14.4 നോക്കാം. 14.4, look at your textbook and I am going to read, you also with me. Okay, take about 2 teaspoonful of distilled water in a clean and dry plastic or rubber cup of bottle. Use the tester to test whether distilled water conduct electricity or not. What do you find? Does the distilled water conduct electricity? Now dissolve a pinch of small salt is distilled water. Again test. What do you conclude this time? Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ മുമ്പേ എടുത്ത പോലെ ഒരു ബക്കറ്റ്, ഒരു ചെറിയ കപ്പ് എടുക്കുക, അതിനകത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ ആഡ് ചെയ്യുക. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യുവർ ഫോം ഓഫ് വാട്ടർ, നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ ആഡ് ചെയ്യുക. ടാപ്പ് വാട്ടർ അല്ല, നമ്മൾ മറ്റു റിവേഴ്സിൽ നിന്നോ നമ്മുടെ കിണറിൽ നിന്നോ ഒന്നുമുള്ള വെള്ളമല്ല, ഡിസ്റ്റിൽഡ് വാട്ടർ. ഡു ദിസ് ഡിസ്റ്റിൽഡ് വാട്ടർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിഫ്ലക്ഷനും കാണത്തില്ല. ഡിഫ്ലക്ഷൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് കൂടെ കൊടുത്താൽ ഈ സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ കറണ്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. പക്ഷേ ഇവിടെ മാഗ്നറ്റ് അല്ലെങ്കിൽ കോമ്പസ് ഡു നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. ബിക്കോസ് ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് മേ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇറ്റ് ഈസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡിസ്റ്റിൽഡ് വാട്ടർ ഒരു കണ്ടക്ടർ അല്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു ടീസ്പൂൺ ഫുൾ ഓഫ് സാൾട്ട്, ഒരു ടീസ്പൂണിനകത്ത് ഉപ്പ് ഇതിനകത്തേക്ക് ഇടും. സാൾട്ട്, ഉപ്പിട്ട് കഴിയുമ്പോൾ we can see after a few minutes or few seconds we can see the the compass is deflect, because when the salt dissolved after few minutes this is become a conductor. ഈ distilled water എന്തായി മാറി? ഒരു കണ്ടക്ടറായി മാറി. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ബട്ട് സം സാൾട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പം നമ്മൾ ടാപ്പ് വാട്ടർ, എന്തുകൊണ്ടാണ് നമ്മൾ ടാപ്പ് വാട്ടർ, റിവർ വാട്ടർ ഇതിലൊക്കെ കറണ്ട് കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ വാട്ടർ. ഇറ്റ് ഹാവ് സം സാൾട്ട് ഇൻക്ലൂഡ് ഇൻ ദ വാട്ടർ. സാൾട്ട് ഈസ് ദെയർ ഇൻ ദ വാട്ടർ. ചില സാൾട്ടുകൾ ഈ വാട്ടറിൽ ഉള്ളത് കൊണ്ടാണ് ടാപ്പ് വാട്ടർ, റിവർ, നമ്മുടെ കിണറ്റിലെ വെള്ളം ഒക്കെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. വെദർ ദ ഡിസ്റ്റിൽഡ് വാട്ടർ മേ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബിക്കോസ് ഡിസ്റ്റിൽഡ് വാട്ടർ ദർ ഈസ് നോ സാൾട്ട് in it, so it will not conduct electricity. When we add some sugar or any salt in it, it will become a conductor. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. Distilled water is not a conductor of electricity. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പല ലിക്വിഡ്സിൽ കൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിക്വിഡ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? അങ്ങനെ ചേഞ്ചസ് വന്നാൽ എന്തായിരിക്കും ചേഞ്ചസ്? ദാറ്റ് ഈസ് ദി ഹെഡിങ് ഓഫ് ദി ചാപ്റ്റർ കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അങ്ങനെ സംഭവിക്കുന്ന അതാണ് കെമിക്കൽ ഇഫക്ട്സ്. കെമിക്കൽ ചേഞ്ചസ് നടക്കും, ഈ ലിക്വിഡിന് കെമിക്കൽ ചേഞ്ചസ് നടക്കും. അപ്പോൾ അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക.
liquid, almost all the liquid conduct electricity. അങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് നോട്ട് കണ്ടക്ടർ. ഈ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ സാൾട്ട് വേണം. ആ സാൾട്ട് ഡിസോൾവ് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം എ കണ്ടക്ടർ. ഈ ടെസ്റ്റർ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ആക്ടിവിറ്റീസ് 14.1, 14.2, 14.3 ആൻഡ് ദർ ഈസ് എ ആക്ടിവിറ്റി table, and you have to read the textbook very carefully. LED is the light emitting diode, which is also like a bulb. It is two legs, positive legs and negative lead. Two lead there, positive and negative. When even it is a small current pass in the circuit, LED is blown. Okay, I am winding up. Take care and study well. Next class we will we will go through the next section, chemical effects of electric current. Bye bye.